നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കവിയൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം കവിയൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ്. ഈ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗ് അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ 2 നില ബിൽഡിങ് പുതിയതായി പണി കഴിപ്പിച്ച ബിൽഡിങ്ങാണ്. ഇത് വാടകയ്ക്ക് നൽകാനുള്ളതാണ്. ഇതിൻ്റെ താഴത്തെ നിലയിൽ റെസ്റ്റോറൻറ്റ്, ബാങ്ക് എന്നിവയ്ക്കൊക്കെ അനുയോജ്യമായ തരത്തിലാണ് റൂമുകൾ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ മറ്റ് 2 ചെറിയ റൂമുകളും താഴത്തെ നിലയിലുണ്ട്. മുകളിലത്തെ നിലയിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഏതാണ്ട് 2300ഓളം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വിശാലമായ ഒരു ഹാളാണ്. അന്യായ ആംബിയൻസാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഈ മുകളിലത്തെയും താഴത്തെയും നിലകൾ ഉടൻ തന്നെ വാടകയ്ക്ക് നൽകുകയാണ്. ബന്ധപ്പെടേണ്ട നമ്പർ ഈ വീഡിയോയോടൊപ്പം നൽകിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുമ്പിൽ ഞാൻ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, പാർക്കിങ്ങിന് ആവശ്യത്തിനുള്ള സൗകര്യം അവിടെ ഉണ്ട്. ഒരു 7-8 കാറുകളെങ്കിലും അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ബിൽഡിങ്ങിൻ്റെ പുറകിലേക്ക് വന്നാൽ ഇത്രയും സ്ഥലം ഇതിൻ്റെ പാർക്കിങ്ങിന് വേണ്ടി മാത്രമുള്ളത്. ഏറ്റവും കുറഞ്ഞത് ഒരു 10 കാറുകളെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. തിരുവല്ലയിൽ തന്നെ ഇത്തരം പാർക്കിംഗ് സൗകര്യമുള്ള ബിൽഡിങ്ങുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിൽഡിങ്ങിലെ കടമുറികൾ എടുക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ് പാർക്കിംഗ് എന്നുള്ളത്. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ നിലയാണ്. ഒരു 250 പേർക്കെങ്കിലും ഈ മുകളിലത്തെ ആ വിശാലമായ ഹാളിൽ ഇരിക്കാൻ പറ്റും. ബാങ്കിനൊക്കെ സൂപ്പറാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പാർട്ടികൾ നടത്താൻ, ബർത്ത്ഡേ ഫങ്ഷൻസ് അടക്കം നടത്താൻ അടിപൊളി ആംബിയൻസാണ്, ഒന്നും പറയാനില്ല. പക്ഷേ മാസവാടകയ്ക്ക് കൊടുക്കാനാണ് ബിൽഡിംഗ് ഓണർക്ക് കൂടുതൽ താല്പര്യം. എങ്കിലും ചെറിയ ചെറിയ പരിപാടികൾക്ക് കൊടുക്കുന്നതിനെ പറ്റിയും ആലോചിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ മുകളിലത്തെ നിലയുടെ ആ ഒരു സെറ്റപ്പ് ഒന്ന് കാണാം.